ഇവള് ആണുങ്ങളുടെ മോഡല് ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ നടക്കുള്ളൂ. പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആണുങ്ങളുടെ ജയിലിലേക്ക് പോകുമ്പോൾ മേൽമുണ്ട് ധരിച്ചിരിക്കണം എന്നുള്ള നിർബന്ധം. പക്ഷെ വിലാസിനിക്കത് ബാധകമേ അല്ല. ഇതിനിടയിൽ ആർക്കേലും ഒന്ന് പെട്ടെന്ന് സുഖം ഇല്ലാതായി കഴിഞ്ഞാൽ അന്നത്തെ സമയങ്ങളെല്ലാം ആണുങ്ങളുടെ ജയിലിലേക്ക് ഈ പേഷ്യന്റിനെ എത്തിക്കുക, അവിടുന്ന് വണ്ടി വന്നാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഈ വിലാസിനി എന്ന് പറഞ്ഞ കഥാപാത്രം ഞങ്ങളെ പോലുള്ളവരെയൊക്കെ എടുത്തു ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് എടുത്ത് പൊക്കി തോളത്തിട്ട് കൊണ്ടുപോകും. അത്ര ആരോഗ്യമായിരുന്നു. ഒരാളെ കൊല്ലാനായിട്ട് ഇവൾ പ്ലാൻ ഇട്ടപ്പം ആ ആളെ വിളിച്ചു വരുത്തി ചോറെല്ലാം കൊടുത്ത കഥകളെല്ലാം പറയുന്നതിന്റെ ഇടയിൽ ഇയാളെ കൊല്ലാനുള്ള കത്തി പുള്ളിക്കാരി തേച്ച് വൃത്തിയാക്കുവാണ് അരകലി. വിലാസിനി എന്ന് പറഞ്ഞ കഥാപാത്രം എന്ത് ചെയ്യും? ഞങ്ങളോടൊക്കെ വാങ്ങും മീന്, ഞാൻ വറുത്ത് തരാമെന്നുള്ള ഈ മീനെല്ലാം കൊണ്ട് ഈ ബാത്റൂമിന്റെ പുറകില് 3 ഗ്ലാസ് വെച്ച്, അടുപ്പ് പോലെ ഗ്ലാസ് വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ, തലയിൽ തേക്കാൻ തരുന്ന വെളിച്ചെണ്ണ അത് കൂട്ടി വെച്ചിട്ട് ഈ സ്റ്റീൽ പ്ലേറ്റിന്റെ ഉള്ളിൽ വെളിച്ചെണ്ണ ഉദ്യോഗസ്ഥർ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. എല്ലാവരും വെളിച്ചെണ്ണയും കൂടി കൂടിയിട്ട് ചപ്പാത്തി തിന്ന് മടുത്ത് കഴിയുമ്പോ 3 ഗ്ലാസ് കൊണ്ട് അടുപ്പുണ്ടാക്കി അതില് ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിനുള്ളിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചപ്പാത്തി കഷ്ണങ്ങളാക്കിയിട്ട് വറുത്ത് കോരിയെടുക്കും. അങ്ങനെ കഴിക്കും. അത് 2-3 ദിവസമൊക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിക്കും. വെട്ടിക്കൊന്ന അയാളെ അവിടെ കൊന്നിട്ടിട്ട് ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് മടക്കി കുത്തി ഒരു സിഗരറ്റും വലിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നാട്ടുകാരോട് പറഞ്ഞ് ഞാനിങ്ങനെ ഒരാളെ കൊന്നിട്ടിട്ടുണ്ട്. പിന്നെ വിലാസിനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജയിലില് പണിഷ്മെന്റ് ട്രാൻസ്ഫർ, കേരളത്തിലെ വനിതാ ജയിലുകളിലും എല്ലാം പോയിട്ടുണ്ട് വിലാസിനി. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് ചെല്ലുന്ന ജയിലുകളിൽ പെണ്ണുങ്ങളോട് വഴക്കുണ്ടാക്കും. പെണ്ണുങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് വിലാസിനെ അടിക്കുക. ഒരാളല്ല, എല്ലാരും കൂടി കൂട്ടിട്ട് അടിക്കും. അപ്പൊ ഈ സാറും ഞാനുമായിട്ട് പ്രേമാന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിലാസിനിയായിട്ട് മാത്രമാണ് ഒരിക്കൽ പ്രശ്നം ഉണ്ടായി. ഞാനുമായിട്ട് എന്നെ തല്ലാൻ വരുമൊക്കെ ചെയ്തു. വിലാസിനി തല്ലിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊള്ളും, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് തിരിച്ചു തല്ലാൻ പറ്റത്തില്ല. അങ്ങനെ തല്ലാൻ വരുമോ അങ്ങനെയൊക്കെ. ITP കേസിൽ പെട്ടു വന്ന ഒരു ദേവു ഉണ്ടായിരുന്നു. ആ ദേവുവിന്റെ തലക്കെട്ടൊക്കെ ബക്കറ്റ് വെച്ച് അടിക്കുകയൊക്കെ ചെയ്തതായി വിലാസിനി. അവർക്കൊരു എന്താന്നറിയില്ല, ഭയങ്കര ഒരു ചതിയിൽപ്പെട്ട് 34-ാം വയസ്സിലാണ് ലിസി റോസക്കുട്ടി എന്ന സുൽത്താൻ ബത്തേരി സ്വദേശിനിയായ സാധു യുവതി ജയിലിൽ അകപ്പെടുന്നത്. കുറ്റവിമുക്തയാക്കപ്പെട്ടത് 12 വർഷത്തിന് ശേഷവും. ജയിലിൽ കഴിഞ്ഞ ആ കാലയളവിൽ ലിസിക്ക് നഷ്ടമായത് അവരുടെ യൗവനമായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു, ബന്ധങ്ങളായിരുന്നു. അനുഭവിച്ചതാകട്ടെ സമാനതകളില്ലാത്ത സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും. പിന്നെ നമ്മുടെ ഈ വിലാസിനി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഒരു ആണുങ്ങളുടെ ശക്തിയാണ്. എന്ത് ജോലിയും ചെയ്യും കേട്ടോ, എന്ത് ജോലി. എല്ലാവരും പറയും, ഉദ്യോഗസ്ഥര് പറയും, ഇന്നയാളാണെങ്കിൽ ഈ വിറക് മൊത്തം ഒരു കോടാലി കൊണ്ട് ഒറ്റ ഇതിന് വെട്ടിക്കയറും. ആണുങ്ങൾ ജോലി ചെയ്യുന്നതിൽ നന്നായി ജോലി ചെയ്യും. ഈ ഒരു ജയില് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക തരം ആൾക്കാരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇവള് ആണുങ്ങളുടെ മോഡല് ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ നടക്കുള്ളൂ. പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആണുങ്ങളുടെ ജയിലിലേക്ക് പോകുമ്പോൾ മേൽമുണ്ട് ധരിച്ചിരിക്കണം എന്നുള്ള നിർബന്ധം. പക്ഷെ വിലാസിനിക്കത് ബാധകമേ അല്ല. ഇതിനിടയിൽ ആർക്കേലും ഒന്ന് പെട്ടെന്ന് സുഖം ഇല്ലാതായി കഴിഞ്ഞാൽ അന്നത്തെ സമയങ്ങളെല്ലാം ആണുങ്ങളുടെ ജയിലിലേക്ക് ഈ പേഷ്യന്റിനെ എത്തിക്കുക, അവിടുന്ന് വണ്ടി വന്നാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഈ വിലാസിനി എന്ന് പറഞ്ഞ കഥാപാത്രം ഞങ്ങളെ പോലുള്ളവരെയൊക്കെ എടുത്തു ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് എടുത്ത് പൊക്കി തോളത്തിട്ട് കൊണ്ടുപോകും. അത്ര ആരോഗ്യമായിരുന്നു. അവരും ഇതേപോലെ ഒരാളെ വെട്ടിക്കീറി കൊന്ന കഥയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് രസം. ഒരാളെ കൊല്ലാനായിട്ട് ഇവൾ പ്ലാൻ ഇട്ടപ്പം ആ ആളെ വിളിച്ചു വരുത്തി ചോറെല്ലാം കൊടുത്ത കഥകളെല്ലാം പറയുന്നതിന്റെ ഇടയിൽ ഇയാളെ കൊല്ലാനുള്ള കത്തി പുള്ളിക്കാരി തേച്ച് വൃത്തിയാക്കുവാണ് അരകല്ലിലിട്ട്. തേച്ച് മൂർച്ച കൂട്ടി അതുവരെ ഇയാളോട് കഥ പറഞ്ഞു ഊണ് കഴിച്ചുകൊണ്ടിരുന്ന ഇയാളെ ആ മൂർച്ച കൂടിയ കത്തി വെച്ചിട്ട് വെട്ടിക്കൊല്ലുവാണ്. വെട്ടിക്കൊന്ന് അയാളെ അവിടെ കൊന്നിട്ടിട്ട് ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് മടക്കി കുത്തി ഒരു സിഗരറ്റും വലിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നാട്ടുകാരോട് പറഞ്ഞ് ഞാനിങ്ങനെ ഒരാളെ കൊന്നിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ്. ഈ വിലാസിനി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഒരു കാമുകനെ, ഒരു ചെറുപ്പക്കാരനെ കൊന്നതിൽ യാതൊരുവിധ പശ്ചാത്താപവും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ ജയിലിൽ ഉണ്ടായിരുന്ന അത്ര കാലത്തില് കണ്ടിട്ടില്ല. എപ്പോഴും നല്ല സന്തോഷമായി കൈ കൊട്ടി പാട്ടും പാടി മറ്റുള്ളവരുടെ കയ്യിൽ എന്താ സാധനങ്ങളില്ലേ എന്ന് നോക്കി അവരോടത് തട്ടിപ്പിടിച്ച് വാങ്ങാനൊക്കെ ഉള്ളൊരു ബിരുദത്തിയായിരുന്നു. മറ്റൊരു സങ്കടം ഇന്നയാള് അത് പറഞ്ഞ് എന്നോടൊക്കെ അത് അവതരിപ്പിച്ച കാര്യം, ഞാൻ അവനെ കൊന്നു, അവൻ എന്നെ ചതിച്ച
അവൻ എന്നെ സ്നേഹിച്ചിട്ട് പിന്നെ അവൻ വേറെ കല്യാണം കഴിക്കാൻ പോയാൽ ഞാൻ അവനെ വിടുവോ, അവനെ കൊന്നു എന്ന് അവര് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം യാതൊരു വിധവും ഒരു മനസ്താപവും ഇല്ലാത്ത രീതിയിലാണ് ഈ വിലാസിനി പറഞ്ഞിട്ടുള്ളത്. എനിക്ക് എഴുത്തിനോട് കൂടുതൽ താല്പര്യമുള്ള ആളാണല്ലോ. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇവർക്കൊക്കെ എന്തെങ്കിലും കത്തെഴുതണമെങ്കിൽ എല്ലാം ഞാൻ വേണം. അപ്പൊ ഞാനൊക്കെ അന്നിങ്ങനെ എഴുതുന്നതാണ്. ഞാൻ അധികം പിന്നെ നന്നായി തയ്ക്കാൻ അറിയുന്നോണ്ട് വിയ്യൂർ ജയിലില് തയ്യൽ മെഷീൻ ഇല്ല. തയ്യൽ മെഷീൻ ഇല്ലാത്ത സമയത്ത് പഴയ കത്രികയൊക്കെ കൊണ്ടുവരുന്ന കത്രിക കൊണ്ടൊക്കെ തുണി വെട്ടിയിട്ട് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് ഞാൻ ഇവർക്കെല്ലാം ബ്ലൗസുകൾ കൊടുക്കുമായിരുന്നു. അപ്പൊ ഇതുകൊണ്ട് ഇവർക്കൊക്കെ എന്നോട് നല്ല സ്നേഹമായിരുന്നു. ഒരു സമയത്ത് വിലാസിനി എന്നെ ദ്രോഹിക്കാനൊക്കെ മെനക്കെട്ടിട്ടുണ്ട്. എന്റെ പേരിൽ മോശം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ഉദ്യോഗസ്ഥരെ കുട്ടിയൊക്കെ മോശം പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീടാണ്. പക്ഷെ എപ്പോഴും എന്നോട് നല്ലൊരു ഇഷ്ടമായിരുന്നു വിലാസിനിക്ക്. പിന്നെ ഞാൻ ആരോടും ഒരു പ്രശ്നത്തിന് പോകുന്നില്ല. അതുകൊണ്ട് എന്നോടൊരു ഇഷ്ടമായിരുന്നു അവർക്ക്. പിന്നെ അവരെല്ലാം പറയുന്ന സമയങ്ങളിൽ അവർ പറയുന്ന രീതിയിൽ അവർക്ക് കത്തുകൾ എഴുതി കൊടുക്കണം. ഞാൻ കത്തുകൾ എഴുതി കൊടുത്തില്ലെങ്കിൽ മോശം. പക്ഷെ നമ്മള് എന്ത് വിചാരിക്കും, ഞാൻ എന്ത് വിചാരിക്കും, അവർക്ക് എഴുതാൻ അറിയാത്തത് കൊണ്ടാണല്ലോ എൻ്റെ അടുത്ത് ഒന്ന് എഴുതി തരുമോ, ഇതൊന്ന് എഴുതി തരുമോ എന്ന് ചോദിച്ചു കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഞാൻ എഴുതി കൊടുക്കും. എന്തെങ്കിലും ഒരു പരാതി എഴുതാനായാലും ആർക്കെങ്കിലും ഒരു കത്ത് എഴുതാനായാലും എന്തെങ്കിലും ഒരു അപേക്ഷ വയ്ക്കാനായാലും ഞാനത് അവർക്ക് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് അവർക്കൊക്കെ എന്നോടൊരു ഇഷ്ടമായിരുന്നു. ഞാൻ അവരുടെ ഇടയിൽ അങ്ങനെയാ ജീവിച്ചത്. വിലാസിനിയായിട്ട് മാത്രമാണ് ഒരിക്കൽ പ്രശ്നം ഉണ്ടായി. ഞാനുമായിട്ട് എന്നെ തല്ലാൻ വരികയൊക്കെ ചെയ്തു. വിലാസിനി തല്ലിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊള്ളും, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് തിരിച്ചു തല്ലാൻ പറ്റത്തില്ല. അങ്ങനെ തല്ലാൻ വരുവും അങ്ങനെയൊക്കെ ചെയ്തു. കാരണം നമ്മളെ കുട്ടി അസഭ്യ വാക്കുകൾ പറയും. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വിലാസിനി ചോദിക്കുന്ന സാധനം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് വേണ്ടപ്പെട്ട സാധനമായിരിക്കും. അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ പുള്ളിക്കാരി നമ്മളെ ഉപദ്രവിക്കും, അല്ലെ നമ്മളെ കുറിച്ച് അനാവശ്യം പറയും. വിലാസിനി പറഞ്ഞു പറ്റിയത് അന്ന് അവിടെ അപ്പുറത്തെ ജയിലിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഈ സാറ് ഇപ്പുറത്ത് വരുമ്പോൾ ഞാൻ ഇത്തിരി എഴുതുന്നല്ലേ, അതുകൊണ്ടായിരിക്കും ആ സാറ് വരുമ്പോ സംസാരിക്കുവോ അല്ല എന്താ ലിസി വിശേഷം എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ഈ സാറും ഞാനുമായിട്ട് പ്രേമാന്ന് വരെ പറഞ്ഞുണ്ടാക്കി. അപ്പൊ സാറ് പറഞ്ഞു, എന്റെ പൊന്ന് വിലാസിനി എന്നുള്ള പേര് ഒറിജിനൽ അല്ല കേട്ടോ, പൊന്നെ വിലാസിനി, എനിക്ക് 2-3 കുട്ടികളുള്ള, അതേപോലെ ഈ ലിസിക്ക് കേസ് വിട്ടു പോകണ്ട, നമ്മളെ കുറിച്ച് ഇല്ലാത്ത അനാവശ്യം പറയല്ലേ എന്ന് സാറും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ അവരൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ജോലികൾ ചെയ്യൂലോ. അങ്ങനെയുള്ളവരോട് ഉദ്യോഗസ്ഥർക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം ഒരു വഴക്കുണ്ടാക്കില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുന്നവർക്കോട്. അതിപ്പോ ഒരു സ്കൂളിലായാലും അധ്യാപകർക്ക് അങ്ങനെയുള്ള ഒരു ഇഷ്ടമല്ലേ, ഒരു പ്രശ്നമില്ല, അത്യാവശ്യം നന്നായി പഠിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളോട്. അതുപോലെ ശിക്ഷക്കാര് ജോലി ചെയ്തില്ലെങ്കിൽ റിമാൻഡ് തടവുകാരെ ഞാൻ എന്തെങ്കിലും വൃത്തിയാക്കാനോ അല്ല എന്തെങ്കിലും ജോലിക്കൊക്കെ കൂടുന്നോണ്ട് ഇവർക്ക് എന്നോട് ഒരു പ്രത്യേക ഇതുണ്ടായിരുന്നു. പക്ഷെ ഈ വിലാസിനി എന്ന് പറഞ്ഞ കഥാപാത്രം അതിനെ മോശ രീതിയിൽ ചിത്രീകരിച്ച് അങ്ങനെ മറ്റുള്ളവരോടെല്ലാം പറഞ്ഞുണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാനും വിലാസിനിയായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായത്. വിലാസിനി എന്ന് പറഞ്ഞ പ്രതി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ, ഇപ്പൊ ഞാൻ പറയില്ല, ആദ്യം ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റിലായിട്ട് വന്ന ഞങ്ങൾ അതിന് പറയാം ITP എന്ന്, ഇമ്മോറൽ ട്രാഫിക്കിന് ഷോർട്ടായിട്ട് പറയാം. ITP കേസിൽ പെട്ടു വന്ന ഒരു ദേവു ഉണ്ടായിരുന്നു. ആ ദേവുവിന്റെ തലക്കെട്ടൊക്കെ ബക്കറ്റ് വെച്ച് അടിക്കുകയൊക്കെ ചെയ്തതായി വിലാസിനി. അവർക്കൊരു എന്താന്നറിയില്ല, ഭയങ്കര ഒരു മെന്റല് പിടിച്ച പോലെയാണ് മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ അവർക്ക് നല്ലൊരു സന്തോഷം. ചിലപ്പോ കൊല്ലാൻ വരെ മടിക്കില്ലാത്തവരായിരുന്നു. എന്തിനും തൻ്റെ ഉള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ വിലാസിനിയെ കുറിച്ച്. കാരണം ജയിലില് മീൻകറി കിട്ടും, അപ്പുറത്തെ ജയിലിൽ നിന്ന് കറി വെച്ച് കൊണ്ടുവരിക. കാരണം പെണ്ണുങ്ങളല്ല കറി വെക്കുന്നത്. പിന്നെ ഒത്തിരി തടവുകാരുള്ളതല്ലേ, ഒത്തിരി തടവുകാരുന്ന അന്യ തീരാത്ത തടവുകാരുള്ള ആ ജയിലില് മത്തിയെങ്കിൽ മത്തി, മിക്കവാറും അയിലയായിരിക്കും. അയില, വലിയ അയിലയൊക്കെ ആയിരിക്കും. ഈ വലിയ അയില 3-4 ഉണ്ടാവും ഉച്ചയ്ക്ക്. അതായത് തിങ്കളാഴ്ചയും ബുധനാഴ്ചയാണ് മീൻകറികള്. ആ കിട്ടുന്ന അയില ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂട്ടിയാൽ ഛർദ്ദിക്കാൻ വരും. എങ്കിലും വിലാസിനി എന്ന് പറഞ്ഞ കഥാപാത്രം എന്ത് ചെയ്യും, ഞങ്ങളോടൊക്കെ വാങ്ങും മീന്, ഞാൻ വറുത്ത് തരാന്ന് പറഞ്ഞു. ഈ മീനെല്ലാം കൊണ്ട് ഈ ബാത്റൂമിന്റെ പുറകില് 3 ഗ്ലാസ് വെച്ച്, അടുപ്പ് പോലെ ഗ്ലാസ് വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ, തലയിൽ തേക്കാൻ തരുന്ന വെളിച്ചെണ്ണ
അത് കൂട്ടി വെച്ചിട്ട് ഈ സ്റ്റീൽ പ്ലേറ്റിന്റെ ഉള്ളിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മീൻ വറുത്തെടുക്കും. വറുത്തെടുത്ത് ഞങ്ങൾ കൊടുത്ത മീനൊക്കെ ഞങ്ങൾക്ക് കൊണ്ടു തരും കേട്ടോ, കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ചില സമയങ്ങളിൽ അവര് മറ്റുള്ളവർക്ക് വറുത്ത് കൊടുക്കാതെ ആവുമ്പോ അവരെ കുറിച്ച് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുക്കും, ഉദ്യോഗസ്ഥർ അത് പിടിക്കും. അങ്ങനെയെല്ലാം ചെയ്ത് ജയിലിൽ അങ്ങനെയെല്ലാം ചെയ്താൽ അത് കുറ്റകരമാണ്. പിന്നെ വിലാസിനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജയിലില് പണിഷ്മെന്റ് ട്രാൻസ്ഫർ, കേരളത്തിലെ വനിതാ ജയിലുകളിലും എല്ലാം പോയിട്ടുണ്ട് വിലാസിനി പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട്. ചെല്ലുന്ന ജയിലുകളിൽ പെണ്ണുങ്ങളോട് വഴക്കുണ്ടാക്കും, പെണ്ണുങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് വിലാസിനെ അടിക്കുക. ഒരാളല്ല, എല്ലാവരും കൂടി കൂട്ടിട്ട് അടിക്കും. കാരണം ഇവരുടെ നാക്കിന്റെ കുഴപ്പമാണ് അതെല്ലാം. അങ്ങനെയൊക്കെയായിരുന്നു വിലാസിനി എന്ന കഥാപാത്രം. ഇപ്പൊ കേസൊക്കെ വിട്ടുപോയി, വീട്ടിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെയൊക്കെയാണ് അറിഞ്ഞു കേൾക്കുന്നത്. പിന്നെ ഈ ചപ്പാത്തി പറക്കും ജയിലില്. അതായത് ജയിലിൽ ചപ്പാത്തി കിട്ടുന്ന ആ ചപ്പാത്തി ഇതേപോലെ 3 ക്ലാസ് കൂട്ടി വെച്ച് ഉദ്യോഗസ്ഥർ ആരെങ്കിലും വരുന്നുണ്ടോ, അത് വിലാസിനി മാത്രമല്ല കേട്ടോ, മിക്കവരും ചെയ്യും. ജയിലുദ്യോഗസ്ഥർ ഇത്തിരി ദൂരെയാണ് താമസിക്കുന്നത്. ഞങ്ങള് തടവുകാര് വേറെ കുറച്ചിങ്ങോട്ട് മാറിയിട്ടുള്ള സെല്ലുകളിലാണ്. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ ഇവര്, ഉദ്യോഗസ്ഥർ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കും. എല്ലാവരും വെളിച്ചെണ്ണയും കൂടിയിട്ട് ചപ്പാത്തി തിന്ന് മടുത്ത് കഴിയുമ്പോ 3 ക്ലാസ് കൊണ്ട് അടുപ്പുണ്ടാക്കി അതില് ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിനുള്ളിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചപ്പാത്തി കഷ്ണങ്ങളാക്കിയിട്ട് വറുത്ത് കോരിയെടുക്കും. അങ്ങനെ കഴിക്കും. അത് 2-3 ദിവസമൊക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിക്കും.